ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇതേ ഗെയിമർ നിങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. ആൻഡ് ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, നമ്മൾ നമ്മുടെ സർവൈവൽ വേൾഡിനകത്താണ് ഉള്ളത്. കാരണം ഇനി തൊട്ടുള്ള നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ഇനി സർവൈവലായും ചെയ്യുന്നത്. നമുക്ക് അത്രയ്ക്ക് സമയം കളയില്ല. അത് കാരണമാണ് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ഇതിനകത്താക്കിയത്. ട്യൂട്ടോറിയൽ വീഡിയോസും സർവൈവൽ സീരീസും ഓരോ ഇതിനകത്ത് തന്നെ ആയിരിക്കും. ട്യൂട്ടോറിയലിനകത്ത് വരുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കും മെയിനായിട്ടുള്ളത്. അപ്പം എന്തായാലും വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരുടെ വീഡിയോ ഷെയർ കൊടുക്കുക. എന്നിട്ട് മൈൻക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ആൻഡ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക. കാരണം ആർക്കും വീഡിയോസ് ഒന്നും വരുന്നില്ല, കാരണം നമുക്ക് വ്യൂസ് കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബ്രീഡർ ഫാമാണ്. ഞാൻ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചധികം പണിയെടുത്തു, കാരണം നമ്മുടെ മറ്റേ അപ്പുറത്തുള്ള വില്ലേജിൽ പോയി നോക്കിയപ്പം അവിടുത്തെ ഉള്ളവന്മാരൊക്കെ മറ്റേ വില്ലേജേഴ്സ് അറ്റാക്കിൽ അവന്മാരൊക്കെ മരിച്ചുപോയി. അപ്പം ഞാനപ്പോൾ അവസാനം എനിക്ക് ഒരു വഴിയിലാണ് നമ്മുടെ അയൺ ഫാമിൽ എല്ലാത്തിനെയും കൂടെ കൊണ്ടുവരേണ്ടി വന്നു. ഞാൻ എല്ലാത്തിനെയും കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ആൻഡ് അവർക്ക് ഇനിയിപ്പം ബ്രീഡർ സെറ്റ് ചെയ്യണം. ഞാൻ വേറെ ചെയ്തില്ല, ജസ്റ്റ് അവിടുന്ന് ഒരു ട്രാക്ക് മുഴുവൻ ഇട്ടു. അയൺ ഫാമിൻ്റെ അവിടുന്ന് കണക്ട് ചെയ്തൊരു ഫുള്ള് ട്രാക്ക് ഇട്ടിട്ട് അവന്മാരെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഞാൻ അവിടുത്തെ ഞാൻ കാണിച്ചു തരാം. ആ സൈഡിൽ ഞാൻ ഒരു ചെറിയൊരു ചെറിയൊരു ഹോൾ ഇട്ടുണ്ട്. അപ്പം ഇപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ മരിച്ചുപോയി. ഇപ്പം അതിനകത്ത് ഒറ്റ ആളേ ഉള്ളൂ. ഇനി അവനെയും കൂടെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലേശം പണിയാണ്. അത് കാരണം ആണ് ഞാൻ രണ്ടുപേരെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നത്. ഇതിനകത്തോട് ഞാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തുകൊണ്ടാണ് അവന്മാരെ കൊണ്ടുവന്നതും. അവനെ കൂടെ പുറത്തേട്ടാൽ പൂർത്തിയാവും. അയൺ ഫാമിൻ്റെ തീരുമാനമാവും. കാരണം വില്ലേജറെ ഞാൻ നമ്മുടെ മറ്റേ ഫാമിൽ പോയി നോക്കിയിട്ട് വില്ലേജർ അവിടെ ഇല്ല. അവിടെ ഒറ്റ ഒരുത്തനുണ്ടായിരുന്നു. അവനെ ഞാൻ കൊണ്ടുവന്ന് അവനും മരിച്ചുപോയി. ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നതിന് 5 എണ്ണം ഉണ്ടായിരുന്നതിന് ഞാൻ അതിനെ കൊന്നു. എല്ലാത്തിനും ഞാൻ കൊന്നു കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ഞാൻ അതൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി, പക്ഷെ നടന്നില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുള്ളതിനാൽ ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൂടി വീഡിയോ ഷെയർ ചെയ്യാണ്. ഞാൻ രണ്ടാമതാണ് ഇത് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അതിന് മുമ്പ് ഒന്ന് രാവിലെ ആക്കിയേക്കട്ടെ. ഓക്കെ, ആയില്ല. ഓക്കെ, അപ്പം ഞാൻ എന്തോരം ചെയ്തെന്നും കൂടെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം അവന്മാരെ കൊണ്ടുവന്നു, ഇവിടെ ആദ്യം ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യമുള്ള അയൺ നമ്മളിലുണ്ട്. അത് കാരണം കുറച്ച് മരവും വെട്ടി കുറച്ച് സിക്കും ഉണ്ടാക്കി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ആ ഒരു സൈഡിലൊരു ചെറിയൊരു ഐലൻഡ് പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്തെടുത്തു. ക്ലിയർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കുറച്ചും കൂടെ ഇതൊക്കെ ഇട്ട്. ഓക്കെ, രാത്രി ഇനിയെങ്കിലും കിടന്നുറങ്ങിയില്ലെങ്കിലേ ഉമ്മാരുടെ അടി കൊണ്ട് ഞാൻ ചാവും. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചുതരാം ഞാൻ അവിടെ എന്താ ചെയ്തെന്നുള്ളത്. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ട്രാക്ക് അവിടം വരെ അവന്മാരെ ഒറ്റയടി കൊണ്ടുപോകാൻ സെറ്റപ്പ് ചെയ്തു. അത് ഞാൻ നിറയെ സമയം എടുത്തു. ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടാണ് അത് ചെയ്തത്. എന്നിട്ട് ഇവിടെ അവന്മാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി ഇതിലെ കൂടെ അകത്തേക്ക് കയറ്റിയിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അവന്മാരെല്ലാം അകത്ത് കിടപ്പുണ്ട്. ഞാൻ കുറച്ച് ഒരു ബ്രെഡ് ഇട്ട് കൊടുത്തു. അവന്മാർ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി കളിച്ചുകൊണ്ടിരിക്കുന്നു. 4 പേരായിപ്പം. നമുക്ക് ശരിക്കും പറഞ്ഞ് ഇത്തരം പരിപാടിയേ ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം. അത് കാരണം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ആണ് സംഭവം സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. 2 വലിയവരെ 2 പേരെയും പിടിച്ചുകൊണ്ട് പോയി. ആ 2 ആൾക്കാരെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കുറച്ചും കൂടി ഇവരുടെ ബെഡിൻ്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് പറ്റുവാണെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ബെഡ് ഇവിടുന്ന് മാറ്റുമ്പോൾ അവന്മാർ ഇതാകുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ഇവന്മാരെ മാറ്റണം. ഒന്നെങ്കിൽ ഇവന്മാരെ 4 കൂടെ മാറ്റി ഒരു സ്ഥലത്താക്കാം. അതാ നല്ലത്, അങ്ങനെ ആക്കാം. ഇതൊക്കെ എന്നിട്ട് ഇവിടെ പണിയാം. ആൻഡ് ഇവിടെ പണിയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനം വേണം. കുറച്ച് ഗ്ലാസ് വേണം. ഗ്ലാസ് വേണോ അതോ വേണ്ട, ഗ്ലാസ് വേണം. ഒക്കെ കൊബിൾ ഷോ വെച്ച് തന്നെ പണിയാം. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തോട്ടെ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് മാത്രമല്ല കളിക്കുന്ന യൂറോ ട്രക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പം അതൊന്നും കാണാത്തവരാണ് കാണുക. യൂറോ ട്രക്കിൻ്റെ 2 or 3 ചെയ്തിട്ടുണ്ട്. 2 or 3 വീഡിയോസ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണ് പോയി കാണുക. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ചെയ്തെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൊബിൾഷോ വേണം. കൊബിൾഷോ നമ്മുടെ അവിടെ അകത്തിരിപ്പുണ്ട്. നമ്മുടെ കയ്യിലില്ലെങ്കിലും അകത്ത് അവിടെ ഇരിപ്പുണ്ട്. നമുക്കത് പോയി എടുത്തുകൊണ്ട് വരാം. ഇവിടെ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കയറി പോകാൻ പറ്റില്ല, തിരിച്ചു പോകാനേ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് ഇതുണ്ട്, ഒരു മൈൻകാട്ടുണ്ട്, എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ആക്ച്വലി ഇവിടെ എൻ്റെ കുറച്ചുണ്ട് കേട്ടോ. കൊബിൾഷോൺ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇവന്മാരെ ഇങ്ങോട്ടേക്ക് മാറ്റാം.
ഇവന്മാരെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടേ ഇവന്മാരുടെ ബെഡ് മുഴുവൻ പൊളിച്ചളയാം. അത്യാവശ്യം ടോർച്ച് വെച്ചാൽ മതിയല്ല, ടോർച്ച് ഇവിടെ കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ട് ഇവന്മാരുടെ ബെഡ് മുഴുവൻ പൊളിച്ചളഞ്ഞ് ഇവന്മാർക്ക് എന്തെങ്കിലും അനങ്ങാൻ പറ്റൂല. എന്നിട്ട് ഇവന്മാർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവന്മാരെ കൊണ്ടുവയ്ക്കാം. ഇത് കുഴപ്പമില്ലല്ലോ, കവറല്ലല്ലോ. ഓക്കെ, ബാ 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 എല്ലാത്തിനും ബെഡ് കേട്ടോ. 3 4 ബാ ബാ ബാ. ഈ ബെഡ് കയറുന്നില്ല കയ്യിൽ. സെറ്റ്. ഇനി ഇവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് കിടപ്പിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. 4 ബെഡാണ് ഞാൻ എടുത്തു വെച്ചത്. 4 എണ്ണം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവന്മാർക്ക് ഇതിരുന്ന് തുറന്നു കൊടുത്തേക്കാം. ആക്ച്വലി ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അടിക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒരെണ്ണവും ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്യണം. ഇവന്മാരെ കയറാത്ത രീതിയിൽ തന്നെ വെച്ചേക്കട്ടെ. 4 എണ്ണമാണ് നമുക്ക് ബുക്കുണ്ട്. ഇപ്പം 1 2 3 എണ്ണായില്ല കേട്ടോ. 3 എണ്ണായി. 4ാമത്തെ ബ്ലോക്ക് ഇങ്ങനെ പൊക്കണം. എന്നിട്ടേ ഞാൻ മുകളിലേക്ക് ഇറങ്ങിയിട്ടൊന്ന് ഇതൊന്ന് പൊടിച്ചളയട്ടെ. ഇതൊന്ന് അടച്ചളയാം. ഇനി എവിടെയാണ് നമ്മൾക്ക് ഓപ്പണിംഗ് ഉള്ളത് നോക്കട്ടെ. ഇവിടെയാണ് നമ്മൾക്ക് ഓപ്പണിംഗ് ഉള്ളത് കേട്ടോ. ഇവിടെ ഒരെണ്ണം കൂടെ വെച്ചോക്കാം. സെറ്റിപ്പൊന്ന് പൊക്കി കൊടുത്താൽ ഇച്ചിരി കൂടെ സ്ഥലമായില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തോട്ടെ. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് ഒരു 4 കാർപ്പറ്റ് വേണം. ഇത് ബെഡ് റോക്ക് എഡിഷനിലും പോസിബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബെഡ് റോക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ, ബെഡ് റോക്ക് എന്ന് വെച്ചാൽ മൊബൈൽ എഡിഷൻ അറിയാമല്ലോ. ബെഡ് റോക്ക് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 8 കാർപ്പറ്റ് എടുത്ത് വെക്കുക. കാരണം ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വില്ലേജറിനെ അതിനകത്ത് ഇടുമ്പോൾ അമ്മ പുറത്തി ആടി പോകരുത്. അതിനാണ് ഞാൻ അത് കാരണമാണ് ഞാൻ ഇത്രയും കാർപ്പറ്റ് വെക്കാമെന്ന് പറയുന്നത്. 8 കാർപ്പറ്റ് നിങ്ങൾ ബെഡ് റോക്കിനാണെങ്കിൽ എന്തായാലും വേണം. ജാവ എഡിഷനായിട്ട്, അതായത് PC മോഡാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 8 എണ്ണമൊന്നും വേണ്ട, 4 എണ്ണം തന്നെ മതി. ഞാൻ 4 എണ്ണം വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ക്ലിയർ ആകട്ടെ. ക്ലിയർ ആവും. ഇപ്പം തിരിയും. ഓക്കെ, ഇതും കൂടെ പോയിച്ചോളാം. അത്യാവശ്യമായില്ലേ? ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് നമുക്ക് മുകളിൽ പോകാൻ. നമുക്ക് വേണ്ടത് ബെഡ് 4 ഉണ്ട്. കാർപ്പറ്റ് കുറച്ച് ഉണ്ടാക്കണം. കാർപ്പറ്റ് ഉണ്ടല്ലോ, കാർപ്പറ്റ് 3 എണ്ണം, ഒരു കാർപ്പറ്റും കൂടെ വേണം. ഇനി ട്രാപ്പ് ഡോർ 4 എണ്ണം വേണം. നമുക്കൊരു ട്രാപ്പ് ഡോറും കൂടെ ഉണ്ടാക്കണം. ട്രാപ്പ് ഡോറിന് എന്തോരം ഇത് മതിയാവോ? ട്രാപ്പ് ഡോറിന് എന്തൊക്കെയാ സ്റ്റിക്ക് വേണമായിരുന്നു, പിന്നെന്തോ വേണ്ടായിരുന്നു? അയ്യോ, 3 എണ്ണം 4 എണ്ണം വേണം. ട്രാപ്പ് ഡോർ 4 എണ്ണം വേണം. ട്രാപ്പ് ഡോർ. ഓക്കെ, പ്ലാങ്ക് ആണ് വേണ്ടത്, സ്റ്റിക്ക് അല്ല. ഓക്കെ, കുറച്ച് പ്ലാങ്ക് വേണം. ആൻഡ് നൈറ്റ് അവറായി. ഇവന്മാർ കിടന്ന് ഉറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്ത് പോവാം. ഞാൻ ജസ്റ്റ് ഒരു വഴി ഉണ്ടായിക്കോട്ടെ കൊണ്ടോ. ഇത് അമ്മമാർ കയറൂരല്ല. ഓക്കെ, നൈറ്റ് അവറായി. വീണ്ടും നമ്മൾ അടുത്ത ദിവസം എന്ത് സ്പീഡിലാ സമയം പോണേന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്കിനി വേണ്ടെന്ന് വെച്ചാൽ ഒരു ട്രാപ്പ് ഡോർ ഒരെണ്ണം കൂടെ വേണം. അതിന് 2-3 പ്ലാങ്കിൻ്റെ ആവശ്യമുണ്ട്. 6 പ്ലാങ്കിൻ്റെ ആവശ്യമുണ്ട്. എനിക്കൊന്നും ഇതിനകത്ത് പ്ലാങ്ക് ഒന്നും ഇല്ല. ഞാൻ ഇതേപോലെ കംപ്ലീറ്റ് റിസോഴ്സും വെച്ചാണ് ഇത്രയും പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ആക്സ് ഉണ്ട്. ഒരു ബ്രെഡേ ഉള്ളൂ. ബ്രെഡ് നമുക്കില്ല. ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഫുഡ് നമുക്ക് നല്ലോണം വേണം. എൻ്റെ ഫുഡൊക്കെ തീർന്നു. അവനെ കൊല്ലാൻ പോയപ്പോൾ ഫുഡൊക്കെ തീർന്നു. നമ്മൾ അടുത്ത നിങ്ങൾ കാണുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യത്തിനുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിരിക്കും. ഞാൻ നമുക്ക് ഫർണേഴ്സ്, കൊബിൾ സ്റ്റോണ് ഒക്കെ സെറ്റ് ചെയ്യണം. ഫുഡിന് നമുക്കൊരു പഞ്ഞം ഉണ്ടാകാൻ പാടില്ല. ബ്രെഡാണെങ്കിൽ ബ്രെഡും ഇവന്മാരുടെ ക്രഷർ ഉണ്ടാക്കാം നമുക്ക്. അത് കാരണം അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, കുഴപ്പമില്ല. ഞാനായിട്ട് അതിൻ്റെ വീഡിയോസ് ആയിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം
ഞാൻ അത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഓവറായി പോകും. ട്യൂട്ടോറിയൽ ഗൈഡ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തതാണെങ്കിൽ പോയി കാണുക. ട്യൂട്ടോറിയൽ ഗൈഡിനകത്തുണ്ടോ, ഞാൻ അതിനൊരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി ഇട്ടേക്കാം, നിങ്ങൾ എന്തായാലും നോക്കുക. നമുക്ക് എന്തായാലും അതങ്ങോട്ട് ചെയ്ത് തീർക്കാം. ഇനി ആദ്യം നൈറ്റ് പറഞ്ഞട്ടെ. അമ്മമാരവിടെ ആയ നോക്കണം, വേണ്ട കുഴപ്പമില്ല. തൽക്കാലം അമ്മമാർ എടുക്കാണ്ട് അമ്മമാരുടെ നിവർത്തിയില്ല, ഇല്ലെങ്കിൽ അമ്മമാർ സോംബിയാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പരിപാടി അങ്ങോട്ട് നിർത്തും. സർവൈവൽ സീരീസ് അല്ല, ഞാൻ എൻ്റെ സർവൈവൽ വേൾഡ് തന്നെ ഞാൻ കളയും. പ്ലാങ്കിനുള്ളത് ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഇനി ഒരു ഫർണേഴ്സ് എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഇതിനകത്ത് കുക്ക് വെക്കാം. അയ്യോ, പ്ലാങ്ക് ഇത് വേണം. ഒരു സെറ്റ് ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടെ. ഇതാണ് നല്ലത്. ഓക്കെ, 2 4 ഓക്കെ 6 എണ്ണം. അയ്യോ, മുഴുവൻ ഉണ്ടാക്കി. ഓക്കെ, 6 എണ്ണമായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കുക്ക് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ട്രാപ്പ് ഡോറ്, ബെഡുണ്ട്, ട്രാപ്പ് ഡോറുണ്ട്, പിന്നെ ഒരു ഫെൻസിന് ഇതുണ്ട്, ഫെൻസ് വേണം. ഞാൻ ചെസ്റ്റിനകത്ത് എടുത്തേക്കാം, അതൊക്കെ നല്ലത്. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് മാറ്റിയേക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതൊന്നും വേണ്ട. ഇതൊക്കെ പോകാനുള്ളതാണ്. ഇത്രക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. ആദ്യം എല്ലാം ഒന്ന് കൈ ക്ലിയർ ആക്കിയിട്ട് ബാക്കി ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്രയും വേണ്ട, ഇതൊന്നും വേണ്ട. ഇത് വേണം, ട്രാപ്പ് ഡോർ വേണം, ഒരു സ്റ്റാക്ക് ചെയ്തിരിക്കട്ടെ. എക്സ് പീസ്, പിന്നെ നമുക്ക് ഓക്കെ, ഇത് കൊബിൾസ്റ്റോൺ സ്ലാബ് വേണം, പിന്നെ കൊബിൾസ്റ്റോൺ വേണം, സ്ലാബ് വേണം, പിന്നെ വേണ്ട ബെഡ് വേണം, ബെഡ് സൈഡിൽ കിടപ്പുണ്ട്. കാർപ്പറ്റ് വേണം, കാർപ്പറ്റ്, പിന്നെ ട്രാപ്പ് ഡോർ വേണം. വേറെ ഒന്നും വേണമെന്നില്ല. കാർപ്പറ്റ്, ബെഡ്, ട്രാപ്പ് ഡോർ, പ്ലാങ്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കുന്ന കയറി നിൽക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ്, അതായത് ഞാൻ ഇപ്പം 4 ഹൈറ്റിൽ ഇത് പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ലാബ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അമ്മമാരുടെ ബെഡ് എടുത്തുകൊണ്ട് വരിക. അതേ നടക്കുള്ളൂ. അയ്യോ, കുഴപ്പമില്ല. ഒന്ന് പൊടിച്ചേക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. അമ്മമാരുടെ ബെഡ് കംപ്ലീറ്റ് എടുത്തുകൊണ്ടുവരിക. 4 ബെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ബെഡ് മതി തൽക്കാലത്തേക്ക്. മറക്കി ഇത് പൊക്കോളും. എന്നിട്ട് മുകളിൽ കയറുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഒരു സൈഡിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് ബെഡിങ്ങനെ വെച്ച് കൊടുക്കുക. അടുത്ത ബെഡ് അതുപോലെ വെച്ച് കൊടുക്കുക. അടുത്തിങ്ങനെ വട്ടത്തിൽ വെക്കുക. അടുത്ത വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് നടുക്കായിട്ട് ഒരു ഫെൻസ്, ഈ ഒരു സ്ലാബ് നോക്കിയിട്ട് ഫെൻസ് വെക്കുക. രണ്ട് ചുമ്മാ ടെമ്പററി ബ്ലോക്ക് ആയിട്ട് വെക്കുക. കൊബിൾസ്റ്റോൺ ചുമ്മാ ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിൻ്റെ ആദ്യം ഈ മുകളിൽ ഇരിക്കുന്നതിൻ്റെ താഴത്തെ വശം നോക്കി പ്ലാങ്ക് ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കുക. ഇച്ചിരിയും കൂടെ മെന ഉണ്ടാവുമായിരിക്കും, എനിക്ക് ഉണ്ടാവേണ്ടതാണ്. ഇത് വർക്കിംഗ് ആയിരിക്കേണ്ടതാണ്, എൻ്റെ ഒരു വിശ്വാസം വർക്കാവുന്നതാണ്. ഓക്കെ, വീട്ടിൽ കൂടി കേട്ടെ. എന്നിരുന്ന് പൊട്ടിച്ചോളാം കേട്ടോ. ഇത് രണ്ടും പൊട്ടിച്ചോളാം, അത് അവിടെ ഇരുന്നോളും. ഓക്കെ, താഴെ പോട്ടെ. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർപ്പറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഇങ്ങനെ 4 വശം കവർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കന്മാർ എനിക്ക് വന്ന് ബ്രീഡ് ആണോ. ഓക്കെ, ആൻഡ് നിങ്ങൾ ബെഡ്റോക്ക് എഡിഷൻ, അതായത് മൊബൈലിലാണ് കളിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ടും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവന്മാർ ഇതിൻ്റെ മുകളിൽ നിന്നോളും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ അവന്മാർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് അവന്മാർ നിൽക്കുള്ളൂ, ഈ ഒരു സർഫസിൽ അവന്മാർ നിൽക്കുള്ളൂ. അപ്പോൾ അതിനകത്തും ചാടി പോയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ ഇത്രയുള്ള പരിപാടി. സംഭവം തീർന്നതിന് വർക്കാവേണ്ടതാണ്. വർക്കാവാത്ത സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവന്മാർക്ക് കയറാൻ ഒരു വഴി സെറ്റ് ചെയ്യണം. അവന്മാർക്ക് ഇനി കയറിപ്പോ ഒരു വഴി സെറ്റ് ചെയ്യണം. കാരണം അവന്മാരുടെ ബെഡില്ലേ, അവന്മാർക്കിപ്പം അവർക്ക് വേറെ വഴിയില്ല. അവന്മാരെല്ലാ 4 എണ്ണത്തിനെയും ഇതാക്കി വയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാം. ഓക്കെ, അവന്മാർക്ക് എനിക്ക് ഒരുത്തം വലുതായി കേട്ടോ, ഒരുത്തിനും കൂടെ വലുതായി മതി. ആൻഡ് ഇനിയിപ്പോൾ ഇന്ന് പൊട്ടി. ഓക്കെ, ഇതെല്ലാം പൊട്ടി കേട്ടോ. നമ്മുടെ പിക്കാക്സ് ഒക്കെ തീർന്നു. ഒരു പിക്കാക്സ് ഉണ്ടാക്കി വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഫുഡ് ഓക്കെ, ഇത്ര മതിയാവും. ഇനി ഇവന്മാർക്ക് കയറാനുള്ളൊരു വഴി ഇവിടുന്ന് അമ്മമാരുടെ ബെഡ് കിട്ടുന്ന രീതി വെക്കുക. ഇവന്മാരെ മാക്സിമം പുറത്തിയാകാതിരിക്കാന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, കയറാൻ പറ്റില്ല ഇതിനകത്ത്. ഇങ്ങനെ വന്നിട്ട് ഇതൊന്ന് പൊടിച്ചോളട്ടെ.
കയറാൻ ഒരു വഴി പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. സത്യമാണ്. ഇങ്ങനെ വരിക, ഇങ്ങനെ ഒന്ന് ആ ജസ്റ്റ് ഒന്ന് ഞാൻ പൊക്കുവാണ് ഇവിടെ. ഈ വെറുതെ ഇതാക്കുന്നില്ല. ഇത് നിങ്ങൾ പണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പൊളിച്ച് കളയാം കേട്ടോ. ഇതിനകത്ത് അവന്മാരെ കിടന്നോളും. പിന്നെ ഇത്ര ഒന്നും പണിയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു വിശ്വാസക്കുറവിന് വേണ്ടിയാണ്. അപ്പം തൽക്കാലം ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവന്മാരുന്ന് അവിടെ വീണ്ടും പിള്ളേരായി. എനിക്ക് മേല എന്തുവാ ഇതിന് അന്ത്യമില്ല. 4 ബെഡ് എൻ്റെ ഉള്ളൂ. ഓക്കെ, അത് പറഞ്ഞപ്പോഴാ നമുക്ക് വേറൊരു പണിയുണ്ട്. ഇത് വിളിച്ചോട്ടെ. ഓക്കെ, നമുക്ക് വേറൊരു പണിയുണ്ട്. അതായത് ഇവിടെ ഒരെണ്ണം നമുക്ക് ജസ്റ്റ് പൊളിച്ചാണ്. കാരണം ഇവിടെ ഇവന്മാര് വന്ന് വീണ് ഇവിടെ. ഓക്കെ, ഇവിടെ വീണ് കഴിഞ്ഞാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. ഇവിടെ വീഴണം അവന്മാര്. അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നൈറ്റ് ആയാണ്ട് അവന്മാരെ മുകളിൽ കയറത്തില്ല. ബെഡ് അവന്മാരെ എടുക്കൂല. ബെഡ് എടുക്കണേ ദൈവമേ. എനിക്ക് ഞാൻ ഇത്രയും പണിഞ്ഞിട്ട് ബെഡ് എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. സത്യമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ 2 ദിവസം ഞാൻ ഇതിൻ്റെ പുറകെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി, പക്ഷേ ശരിയായില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കുവാണ്. നൈറ്റ് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇമാതിരി ബെഡ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും. മുകളിൽ കയറാൻ വഴിയൊക്കെ സെറ്റില്ലേ? ഓക്കെ, ബെഡ് എടുത്തു പോകുന്നു കേട്ടോ. ഓക്കെ, ബെഡ് എടുത്തു വേണ്ട, 4 പേര് ഇരിക്കട്ടെ. എളുപ്പമായിട്ട് സംഭവമൊക്കെ സെറ്റായിക്കോളൂ. ബെഡ് എടുത്തു പോയി ബെഡ് എടുക്കൂ. കമോൺ. അവിടെ അടുത്ത് ബെഡ് എടുക്കാൻ വേണ്ടി പോയി നിപ്പുണ്ട്. എല്ലാം ബെഡ് എടുക്കാൻ നിപ്പുണ്ട്. കയറി കിടന്നു. ഒന്നുമില്ല, കയറി കിടന്നു. കിടക്ക്. ഓ, 2 പേരും മതി ആക്ച്വലി. കാരണം ഇവന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവന്മാർ 2 അങ്ങോട്ട് വിട്ടേക്കാം. അപ്പുറ സൈഡിലേക്ക് ഇടാം. അപ്പൊ ഇവന്മാര് 3 തവണ അവിടെ ട്രാപ്പ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇവന്മാരെ തൽക്കാലം അവിടെ കിടക്കണം അവന്മാര്. എന്നിട്ട് നമുക്ക് ഓക്കെ, ആദ്യം നമുക്ക് അതിവിടെ കിടന്നാം. എന്നിട്ട് ഫുഡ് സെറ്റ് ആക്കണം. പറ്റുവാണെങ്കിൽ ഇതേ വരുന്നത് എല്ലാം കൂടെ അറിയട്ടെ. ഓക്കെ, എടുത്തോട്ടെ. ഫുള്ള് ബ്രെഡ് ആക്കണേ. 64 1 2 സ്റ്റാക്ക് ആയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റാക്കുള്ള അവന്മാർക്കും ബാക്കി നമുക്ക് എടുക്കാം. പവർ ട്രെയിനിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. എന്നാൽ അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അവിടത്തുള്ള പവർ ട്രെയിൻ ഉണ്ട്. ഇതിൻ്റെ പോകുന്ന വഴിക്ക് നമുക്ക് അതൊക്കെ പറിച്ചെടുത്തോണ്ട് പോയിട്ട് അവിടെ നോർമൽ റേറ്റ് കൊടുക്കാം. അതാണ് നല്ലത്. പക്ഷെ ഇത്ര നോർമൽ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. നോക്കാം. ഇപ്പം 3 എണ്ണല്ലേ ഉള്ളൂ. അത് 3 എണ്ണം കൂടെ പറിച്ചെടുക്കാം. ഇതിൻ്റെ റെയിലൊന്നും ഇല്ല. അത് കാരണം ഞാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം അവന്മാരെ ഇതിന് മുകളിലൊക്കെ വരണമെങ്കിൽ ഇച്ചിരി പണിയാണ്. കാരണം ഈ വഴിയൊക്കെ മുഴുവൻ വരണ്ടേ. അവന്മാരതിനകത്ത് കയറി. സക്സസ്. 2 പേര് അതിനകത്ത് കയറിയിട്ടുണ്ട്. 2 അല്ല 3 പേര് കയറിയാലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ. എല്ലാ എണ്ണം കയറിയിട്ടെങ്കിൽ സൂപ്പറായത്. എല്ലാ എണ്ണം കയറിയിട്ടില്ല. നമുക്ക് ഇവന്മാരുടെ കിടപ്പുണ്ട്. 3 പേര് താഴെയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അടുത്ത നൈറ്റ് ആവുന്നവരെ നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഇവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്നേ ഇതിൻ്റെ അവിടെ റെയിലൊന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നും കൂടെ ഒന്ന് കൊടുത്ത് വെച്ചേക്കാം. ഒന്ന് മാറാവോ? താങ്ക് യു. പറഞ്ഞപ്പോൾ നമ്മൾ മാറണം. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ബെസ്റ്റ്. എനിക്ക് പോകാൻ ഇത്ര ആഗ്രഹമാണോ? അവിടെ നിൽക്ക്. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ടുപോകാൻ. പിന്നെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവാം. തന്നെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോയിട്ടെ ഇവിടെ ഒരു പവർ ട്രെയിൽ വെച്ചിട്ട് തന്നെ കൊണ്ടുപോവാം. ഇവിടെ ആക്കാം. അവിടെ നിൽക്കുക. അവിടെ നിൽക്ക് പോവല്ലേ. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വരാം. വെയിറ്റ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള പവർ ട്രെയിലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോട്ടെ. ഇനി ലിവർ ഉണ്ടാക്കണം. ലിവർ ഒന്ന് 2 ലിവർ ഇരിക്കട്ടെ.
എന്നിട്ട് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടേക്കാം. അത് നല്ലത്. ഉരുപ്പ് ശരി കേട്ടോ. അമ്മ ഓടിപ്പോ. ഇനി ഇവിടെ ഒരെണ്ണം കൂടെ വെച്ചിട്ട് നമുക്കിനി അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കണം. അതായത് ഇപ്പം ഇതിപ്പോൾ മോളിൽ കയറി പോകുന്നതായിട്ട് വിശ്വാസം. എന്നിട്ട് ഇങ്ങോട്ട് പോണ വഴി നേരെ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ അയൺ ഫാമിനകത്തേക്ക് സെറ്റ് ചെയ്യുന്ന രീതി ഒരെണ്ണം വെക്കണം. ഇതിപ്പോൾ കയറി പോവായിരിക്കും, പോകേണ്ടതാണ്. എനിക്ക് കയറി ഓരോരുത്തന്മാരാച്ച് വിടാൻ പറ്റുള്ളൂ. എനിക്ക് പേടിയാണ്. അല്ലെങ്കിൽ ഇതും കൂടെ പൊളിച്ചെടുക്കാമല്ലോ. ഇനി നമുക്ക് പോണ വഴി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ എടുത്താൽ കൂടില്ലേ, ഇതും കൂടെ പൊളിച്ചോളാം. ഇതാണ് ഇത് മാത്രം. എന്നിട്ട് എനിക്ക് അറിയേണ്ടത്, ഇപ്പം നൈറ്റ് ആവാറായില്ലേ, നൈറ്റ് ആവട്ടെ. നൈറ്റ് ആയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിക്കാൻ ചിലപ്പം അകത്ത് ഓരോരുത്തരും കൂടെ കയറേണ്ടതാണ്. കാരണം ബെഡിൻ്റെ ഇതുള്ള കാരണേ ചിലപ്പോൾ കുറച്ച് പേരും കൂടെ കയറും. ചിലപ്പോൾ ഓക്കെ. എന്നിട്ട് ഇത് ഈ വഴി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കും. എന്നെ കിടന്നാൽ പാവം ഒന്നിട്ടേക്ക് വിഷമിച്ചടാ. ഇനി ഇതും കൂടെ പിടിച്ചോളാം, എന്നാലും ശരിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതും കൂടെ പിടിച്ചോളാം. ഓരോരുത്തന്മാരുടെ കൊണ്ടുവരാം, അതായത്. എന്നിട്ട് ഈ ഒരു സ്ലാബ് എടുത്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ലേ, ഇതാകുമ്പം അപ്പുറം വഴി പോവുകയും ചെയ്യും. ഓക്കെ, തിരിച്ചു പോകത്തുമില്ല, ഇരിക്കുന്ന പ്രതീക്ഷിക്കാം. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തിരുമ്പ് കിടന്നുറങ്ങാം. ഇല്ലെങ്കിൽ അടികൊണ്ട് വീണ്ടും ചാവേണ്ടി വരും. ഇനി ചാൻ താല്പര്യം ഇനി നമുക്കിനി ഒന്ന് നോക്കാം എന്താകുമെന്ന്. ഓക്കെ, എൻ്റെ ഒരു കണക്കൂട്ടിൽ അവിടെ ഒരുത്തനെങ്കിലും മിനിമം കയറേണ്ടതാണ്. ഒരുത്തൻ മൈൻകാട്ടി കയറി വെച്ചിട്ടുണ്ട്. ഒരുത്തനെ ഞാൻ പുറത്തവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് അവന്മാരെ കയറി, അയ്യോ അതിന് മുമ്പ് അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ ഒരു ഇതും കൂടെ വച്ചേക്കാം. ഇവിടെ നമുക്ക് 2 കബോർഡ് കഴിക്കാം, ഇവിടെയും ഇവിടെ ആയിട്ട്. ഇല്ലെങ്കിൽ കയറി പോകണമെന്നില്ല. ഓക്കെ, ഇപ്പം ഈശ്വര 3 എണ്ണമെങ്കിലും കേട്ടോണാണേ. 3 എണ്ണം ആക്ച്വലി വേണ്ട, 2 എണ്ണം മതി. 2 എണ്ണത്തിന് ആവശ്യമുള്ളൂ. ഇവിടെ ഇവന്മാരെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെട്ടു. ഇവൻ വന്ന് നമ്മളെ കൊന്നിട്ട് പോകും. ഒന്ന് മാറാവോ? ഓക്കെ, ഇപ്പം ഇല്ല, 2 പേരും താഴ്ത്തുണ്ട്, കുഴപ്പമില്ല. അവിടെ മുകളിൽ 2 പേരെ കയറിയിട്ടുള്ളൂ. ഇവന്മാർക്ക് തന്നെ ഫുഡ് കൊടുത്തേക്കാം നമുക്ക്. ഓക്കെ, ഇവന്മാർക്ക് എനിക്ക് എന്ത് കത്തലെന്നറിയാവോ? എടുത്തോക്കാം. ഓക്കെ, എടുത്തിട്ടുണ്ട്. എടുത്തു, സെറ്റ്. ഞാന്മാരായിക്കോട്ടെ, നിങ്ങളുടെ പാടെ ആണോ? അയ്യോ സൂപ്പർ. പോയി. ഇനി എനിക്ക് ഇവിടെ കുറിപ്പിരിക്കൊന്നുമില്ലേ? അവിടെ നിന്ന് ഇപ്പൊ കൊണ്ടുപോട്ടാ. അമ്മരായി സക്സസ് കേസ്. ഇനിയിപ്പോ ഇവന്മാർ ഇവിടെ നേരെ താഴത്ത് കൊച്ചിന് ഇങ്ങോട്ട് ഇടേണ്ടതാണ്, കൊച്ചിങ്ങോട്ട് വരേണ്ടതാണ്. കൊച്ചാവാണെങ്കിൽ ഇവന്മാർ ഇങ്ങോട്ട് വരും, ഇനി താഴത്തോട്ട് വരും. കൊച്ചായി താഴത്തോട്ട് വരേണ്ടതാണ്. അവിടെ ഒന്നിനെങ്കിൽ നമുക്ക് അപ്പോക്കാം. അവിടെ ആവുന്നുള്ളൂ. നമുക്ക് സമ്മാനമുണ്ട്. അമ്മമാരിങ്ങനെ നമ്മൾ വീർപ്പൊട്ടിക്കുന്ന കാര്യമില്ല. തൽക്കാലം സ്ലാബ് നമുക്ക് അത്യാവശ്യം വേണം. കാരണം മറ്റടുത്ത 2 സ്ലാബ് എടുത്താണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരുത്തനെയും കൂടെ അങ്ങോട്ട് കയറ്റി വിട്ടേക്കാം. അവിടേക്ക് അങ്ങനെ കേട്ടെ. അവിടെ നിൽക്കണോ? അവിടേക്ക്. ഇനി നമുക്ക് ഒരുത്തനായിട്ട് വിടാം. അങ്ങനെ ഒരു മിനിറ്റ് നിന്ന് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഒരുത്തനായിട്ട് തള്ളിവിടാം. അത് നല്ലത്. പോകേണ്ടതാണ് ഇവന്മാരൊക്കെ. ആ വഴി അങ്ങോട്ട് എത്തുമെന്നുണ്ട് വിശ്വാസം. ഒരുത്തനായിട്ട് മതി. ആദ്യം നീ പൊക്കോ. ബാക്കി നമ്മൾ വരട്ടെ. അങ്ങനെ വഴി പൊക്കോളൂ.
പോട്ടെ 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 ഒന്നുമില്ല പോട്ടെ 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 ഒന്നും നോക്കണ്ട പൊക്കോ. പോട്ടെ 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 ഓക്കേ. ഞാൻ വിചാരിച്ചു ആ വഴി പോയെന്ന്. ഞാൻ ആ വഴി കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും. കുഴപ്പട്ടെ അവിടെ നിന്നു. ഈ ചെക്കൻ ഇങ്ങനെ പേടിയുണ്ട്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, നടച്ചേക്കട്ടെ. തൽക്കാലം നമുക്ക് ഇവന്മാരെ കൊണ്ടുപോകല്ലോ. ഇൻ കേസ് ഇത് വർക്കിംഗ് ആണ്, ഇത് വർക്ക് ആയിക്കോളൂ. ഇതിപ്പം ഇവിടെ നിന്ന് ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാർ രണ്ടുപേരും കൂടെ ആയി കഴിയുമ്പോൾ ബ്രീഡ് ആയി കഴിയുമ്പം ഇതിനകത്തോടെ ആ ചെക്കൻ ഇതിനകത്തോട് നൂണ്ട് പോക്കോളും. ഇതിനിടയിൽ കൂടെ പോകുന്ന സൈസേ ഉള്ളൂ ആ ചെക്കനൊക്കെ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ പറ്റുവാണെങ്കിൽ ഒരു മൈൻ കാട്ടുവാണെങ്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഒന്ന് പഠിച്ചളയാം. ഇതമ്മാൻ അനങ്ങി ഇതിൻ്റെ അടിയിലൊക്കെ കൊണ്ടിരിക്കണം. ഓക്കെ, ഇതമ്മാൻ അനങ്ങത്തില്ല. അവൻ അവിടെ നോടും കയറുമ്പോഴതിനകത്ത് കയറിക്കോളും. അയ്യോ, എന്നിട്ട് നമുക്ക് ആദ്യം തൽക്കാലം ഇവന്മാരെ ഇങ്ങനെ അങ്ങോട്ട് വിട്ടേക്കാം. ഒന്ന് മാറടാ മാറടാ പോട്ടെ പോട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോട്ടെ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു പവർ ട്രെയിനിലൂടെ പൊക്കോളൂ. അമ്മമാര് പൊക്കോളൂ. അമ്മമാര് അവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഓക്കെ രണ്ടുപേരും തന്നെ അമ്മമാരെ കിടന്ന് കേട്ടാ. അമ്മമാരെ അവിടെ എത്തിക്കണം. എന്നിട്ട് അമ്മമാർ നൈറ്റ് ആകുമ്പം കിടന്നുറങ്ങിക്കോളും. ആ ഒരു നൈറ്റ് വീഡിയോക്കകത്ത് അപ്പോഴേക്കും നമുക്ക് അവിടെ പോയി അമ്മമാരെ ബ്ലോക്ക് വെച്ച് അടച്ചു കൊടുക്കാം. അമ്മമാർ അവിടെ എത്തിയല്ലോ. ഇൻഡസ്ട്രി അമ്മമാർക്ക് നിൽക്കട്ടെ. ഒന്നുമില്ല. ഓക്കെ സെറ്റ്. ഒന്ന് ഡൗൺ. നിന്നെ കൊണ്ടാകത്തെ പൊട്ട പൊട്ട ഒന്നുമില്ല കറിക്കോ. നിൽക്കട്ടെ. കിടന്നോ. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എത്ര പേരാടാ? 3 പേരാ. ഓക്കെ, 4 പേരാണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പയ്യെ ആയിക്കോളും. ഇനിയിപ്പോൾ അയൺ ഫാം സെറ്റ് ആയിക്കോളും. അതെനിക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഞാൻ ചെയ്ത പരിപാടികളൊക്കെ ഞാൻ നല്ല തീർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അയൺ ഫാമിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്കിപ്പോൾ വില്ലേജറും ഒരു 4 ഞാനൊരു ബ്രീഡർ ഫാം സെറ്റ് ചെയ്യുന്ന ഒരു ബ്രീഡർ അല്ല, ഞാൻ ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിനൊരു 4-5 പേര് മതിയാവും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സോ ഇതൊരു ടൂട്ടൽ ഗൈഡ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു സമയം എടുത്ത് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ ഇപ്പം അമ്മമാർ പോയി ആയിക്കോളും എന്നാണ് വിശ്വാസം. സോ നമുക്കെന്താ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ടൂട്ടൽ ഗൈഡ് വേണമെങ്കിൽ വെറുതെ ഇത് മാത്രമായിട്ട് ഇടാൻ പറ്റും. തൽക്കാലം നമുക്ക് സർവൈവൽ സീരീസ് ആവട്ടെ. സോ ടൂട്ടൽ ഗൈഡിൽ നമ്മൾ തുടങ്ങി, നമ്മൾ സർവൈവൽ സീരീസ് നമ്മൾ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ടൈം ഒട്ടും ഇല്ല നമുക്കിനി ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ ട്യൂട്ടോറിയൽ ഗൈഡിന് വേണ്ടി ഒരു വീഡിയോ എടുക്കണം. അത് ഞാനിവിടെ ബേസിൽ വന്നിട്ട് സർവൈവൽ വേൾഡിൽ പറഞ്ഞ് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇച്ചിരിയും കൂടെ മെനക്കെട്ട പണിയാണ്. അപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ കൂടെ പോട്ടെ. സോ വീഡിയോ ഉണ്ടായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബണ്ണിനെ വിളിക്കുക, അതുപോലെ നിങ്ങൾ കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇപ്പോഴത്തേക്കും സൈൻ ഔട്ട് പ്ലീസ് അറ്റ് യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഇതിൻ്റെ ഒരു ടോട്ടൽ വീഡിയോ വരുന്നതായിരിക്കും. നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഡോണ്ട് വറി. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നോക്കണം. ആരിലൊക്കെ എന്നാലും എടുത്തനേലും കുഴപ്പമില്ല. അവൻ്റെ ബ്രീഡാവും. അമ്മമാരതിനകത്ത് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് ഫുഡ് കൊടുത്താൽ അമ്മ ബ്രീഡ് ആയിക്കോളും. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിത് ആദ്യത്തെ പ്രാവശ്യമല്ല ഞാൻ ചെയ്യുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ് ചെയ്താണ്. അത് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇതൊരു 1.90 ഞാൻ ചെയ്തത്. ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ ഓക്കെ അത് അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇതേക്കും
Signing on, please, see you on the next video. Bye.